നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബ്രെൽവിയാണ്. ഇദ്ദേഹം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. 2 വർഷത്തിലേറെയായി ഇദ്ദേഹം അവിടെയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇന്ന് എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് അറിയാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ പറഞ്ഞല്ലോ, ഇങ്ങനെ വരുന്ന പെൺകുട്ടികൾ ഈ ഒരു പൊസസീവ്നെസ് ആ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അവരത് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് ഈ ഒരു ജനറേഷനിൽ ആ പെൺകുട്ടികൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു കുറച്ചും കൂടി ബോൾഡല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാനല്ലേ പെൺകുട്ടികൾ ഇപ്പോൾ അങ്ങനെയല്ലേ ഒരു വളരെ നല്ല ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ പലരും അങ്ങനെ ആയി തീരുന്നുണ്ട്. അങ്ങനെ ആയി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതുപോലെയുള്ള ചില ഷോകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. കാരണം അവയർനെസ് ആണ് നമ്മളെ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഊർജ്ജം കിട്ടുന്നത് അവയർനെസ് ആണ്. ഇത്തരമൊരു വ്യക്തിത്വം ഇങ്ങനെയാണെന്ന് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് തുടക്കത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. അപ്പോൾ അവർ ബോൾഡാണ്. അതുപോലെ തന്നെ അവർ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അസർട്ടീവ്നെസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് കുറച്ചുകൂടിയൊക്കെ ലോകപരിചയമുണ്ട്, മീഡിയയുടെ സ്വാധീനം നന്നായിട്ടുണ്ട്. അപ്പം മറ്റ് ഇതുപോലെയുള്ള പേഴ്സണാലിറ്റികളെ പറ്റിയൊക്കെ അവർ കൂടുതലും സാധാരണ ജനങ്ങൾക്ക് വരെ ഇപ്പോൾ ഇത്തരം വ്യക്തിത്വങ്ങളെ പറ്റി തിരിച്ചറിയാവുന്ന രീതിയിൽ ഒരുപാട് എന്താ പറയുക മാധ്യമങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് തോന്നുകയാണ് എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്, എന്നെ അനാവശ്യമായിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഇതിങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളത്, ഒരു ചതി അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളത് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്താൽ മതി? അസർട്ടീവ് ആകുക. അവളുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നീ മൊബൈലിൽ സംസാരിക്കുന്ന നിൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റിങ് അല്ലെങ്കിൽ നിൻ്റെ അച്ഛനമ്മയായിട്ടുള്ള ബന്ധമൊക്കെ അത് ഇത്രയും വേണ്ട, നീ എപ്പോഴും എന്നെ മാത്രം കണ്ടാൽ മതി, എൻ്റെ കൂടെ മതി എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യണം? അവളുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നതിനെ പറ്റി ബോധ്യം അവൾക്ക് വരണം. ഈ ആ സമയത്ത് അവൾ ചെയ്യേണ്ടത് ദേഷ്യപ്പെടണം എന്നില്ല. ഒരുപക്ഷെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലാത്തൊരു പ്രണയത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ചിലപ്പോൾ ഇതുപോലെ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അസർട്ടീവ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അസർട്ടീവ് എന്ന് പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കണം. പക്ഷേ നമ്മൾ അതിനകത്ത് ടോൺ വ്യത്യാസം വരുത്തേണ്ട. അവിടെ വ്യക്തിബന്ധങ്ങൾ തകരാറിലാകില്ല. പലപ്പോഴും അങ്ങനെയല്ല, സ്ത്രീകൾക്ക് നേരെ പലരും മോശമായിട്ട് സംസാരിക്കുമ്പോൾ, മോശമായിട്ട് പെരുമാറുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ടോൺ വ്യത്യാസം വരാതെ പറയേണ്ടത് കൃത്യമായിട്ട് മുഖത്ത് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് അതിജീവിക്കാനും സാധിക്കും. വ്യക്തിബന്ധങ്ങൾക്ക് ഇടയിൽ വലിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ നല്ല തകരാറ് സംഭവിക്കില്ല. ടോൺ വ്യത്യാസം വരാതെ അസർട്ടീവായിട്ട് കാര്യങ്ങൾ പറയാൻ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ മാത്രമല്ല യുവാക്കളും അത് പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പൊതുവേ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും മൊബൈലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അവെയർ ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ എന്തൊക്കെയാണ് മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ അസർട്ടീവായിട്ട് സംസാരിക്കാൻ പറ്റിയാലെന്ന്. ഒപ്പം തന്നെ അത് പറ്റുന്നില്ല എങ്കിൽ നോ പറഞ്ഞു പോകാനും ആ പെൺകുട്ടിക്ക് പറ്റണം അല്ലേ? ശരിക്കും അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഈ വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളില്ലേ, അതിൻ്റെ പ്രാധാന്യം ഇപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും ഉണ്ട്. ഇത്തരത്തിലെ വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ അതും ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ടുള്ള കൗൺസിലിങ്ങുകളൊക്കെയാണ്. അതിൽ ഒരുപക്ഷെ ആ കൗൺസിലിങ്ങിലൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് ഈ 2 വ്യക്തികൾ തമ്മിലൊരു അടുപ്പം വരിക എന്നുള്ളതായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഈ 1-to-1 കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പ്രാധാന്യം ഇപ്പോൾ എനിക്ക് ഒന്നും കൂടി ചോദിക്കാൻ പറ്റിയൊരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തി ചിലപ്പോൾ അച്ഛനമ്മമാർ അറേഞ്ച്ഡ് മാരേജ് ആണ് നടത്തുന്നുണ്ട്. ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ യുവാവിനെ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിയണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പേഴ്സണാലിറ്റി അടുത്തറിയാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ജീവിക്കാൻ പോകുന്നത്, പണ്ടത്തെ കാലത്തെ ആളുകൾ 35 വർഷം 40 വർഷം ഒരാളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിക്കില്ല. പക്ഷേ ഇടക്കാലം വെച്ചിട്ട് അത് ബ്രേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ.
സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയെ അടുത്തറിഞ്ഞതിന് ശേഷം അത്തരം വിവാഹ ബന്ധങ്ങളിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അതിന് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നല്ലൊരു ശതമാനം സഹായിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലും അതുപോലെ എൻ്റെ അനുഭവത്തിലൊക്കെ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം അതാണ്. കാരണം അത്തരം സാഹചര്യങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കൗൺസിലറുടെ മുൻപിലിരുന്നു കൊണ്ട് ഈ വ്യക്തികൾ പരസ്പരം സംസാരിക്കുകയും ആ രണ്ട് വ്യക്തികളും അവരവരുടെ നീഡ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം വ്യക്തികളുടെ നീഡ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. ഒരു വ്യക്തിക്ക് ഒരു നീഡ് ഉണ്ടാവും, ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം. ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ പോകുന്ന ആൾക്കാർ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യ ആകാൻ പോകുന്ന വ്യക്തിയുടെ നീഡ് എന്താണെന്ന് ഭർത്താവിനും, ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയുടെ നീഡ് എന്താണെന്ന് ഭാര്യയ്ക്കും മനസ്സിലാകും. നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ സാധിക്കും. പലപ്പോഴും വിവാഹത്തിലേക്ക് ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒന്നും ഇല്ലാതെ വ്യക്തികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് പോകുമ്പോഴുള്ളൊരു കുഴപ്പം, പിന്നീട് അവരിത് പറയില്ല. പിന്നെ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരിക്കും എന്നറിയാമോ? എൻ്റെ നീഡ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ മറ്റേ അറിയാനായിട്ടാണ്. അതിൻ്റെ അങ്ങനെ ഒരു ചോദ്യം വരും. പക്ഷെ പറഞ്ഞാലേ ഓരോരുത്തരുടെ നീഡ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും നമ്മളുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലൊക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും വേണ്ട. ഇപ്പോൾ പലപ്പോഴും ഇനി വരുന്ന ജനറേഷനൊക്കെ നമ്മൾ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഇത്തരം അവസരങ്ങളുണ്ട്, പക്ഷെ ഇതൊക്കെ അവർ കാണണമെന്നില്ല. പക്ഷേ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവർക്ക് തിരിച്ചറിയാനും ഓരോ വ്യക്തികളെ സ്വന്തമായിട്ട് അവർക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുൻപായിട്ട് സ്വാഭാവികമായിട്ട് ഒരാളോട് പ്രണയം തോന്നുക എന്ന് പറഞ്ഞാൽ തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഏതൊരു എതിരെ നിൽക്കുന്ന ആ വ്യക്തി അത് ഇതുപോലെ ഒരു പേഴ്സണാലിറ്റി ആണോ എന്ന് തിരിച്ചറിവ് ആദ്യമേ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളാണിത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിലെ കരിക്കുലത്തിലൊക്കെ ഇത് പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിനുള്ള അവയർനെസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ അവയർനെസ്സിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് തിരിച്ചറിയാം. ഇപ്പോൾ എന്നെ ഒരാൾ കൂടുതലായിട്ട് പുകഴ്ത്തുന്നത് എന്തിനാണ്? പുകഴ്ത്തൽ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇവൻ എന്നെ എന്തിനാ പുകഴ്ത്തുന്നത്? അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ സാമീപ്യം എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഒക്കെ വേണം, അതിൻ്റെ ഒരു നീറ്റലും പുകച്ചിലൊക്കെ സുഖമുള്ളൊരു കാര്യം തന്നെയാണ് പ്രണയത്തിൽ. പക്ഷേ എപ്പോഴും ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള ഇത്തരം ഗിഫ്റ്റുകൾ എന്തിനാണ് എനിക്കിങ്ങനെ വാങ്ങിച്ചു തരണേ? അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇവ പതുക്കെ 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 കട്ട് ചെയ്യുന്ന എന്താണെന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഈ അവയർനെസ് ഇവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും? അസേർട്ടീവായിട്ട് കാര്യങ്ങൾ പറയാൻ പഠിക്കും. ഇനി അവരെ കൊണ്ടും ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു പകുതി ഭാഗം എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അപകടമാണെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വരാനായിട്ട് മാർഗ്ഗമില്ല. കാരണം ഈ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലാത്ത വ്യക്തിക്ക് എന്തുണ്ട്? എമ്പതി ഉണ്ട്. ഞാനിവനെ ഇപ്പോൾ ഇട്ടുപോയാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് മാത്രം അയാളുടെ മനസ്സ് വേദനിക്കുന്നത് ഈ എമ്പതിയുള്ള പെൺകുട്ടിക്ക് അങ്ങനെ ഫീൽ ഉണ്ടാവും. പക്ഷെ അവള് തിരിച്ചറിയേണ്ടത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക് എന്തില്ല? എമ്പതി ഇല്ല. അയാൾക്ക് അയാളുടെ മാത്രം സുഖം, അയാളുടെ മാത്രം സ്വകാര്യത, അയാളുടെ മാത്രം സ്വാർത്ഥത എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തിരിച്ചറിവുകൾ ആ പെൺകുട്ടികളെ മനസ്സിലൊരു കുറ്റബോധം ഇല്ലാതെ വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാം, അതിനെൻ്റെ റിലേറ്റീവ്സിൻ്റെ, എൻ്റെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അടുത്ത നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ, ഇനി ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലർ സഹായമൊക്കെ തേടി ഈസി ആയിട്ട് അത്തരം ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതൊരിക്കലും ഒരു തെറ്റല്ല. ആ ഒരു വ്യക്തി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള നല്ലതിന് വേണ്ടിയിട്ട് നല്ല തീരുമാനമായിട്ട് തന്നെ മാറും അതല്ലേ? അത് ആണല്ലോ. കാരണം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഭീകരമാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആരും കൊണ്ടുപോയിട്ട് ചോദിക്കാനുള്ള കാരണം ഇപ്പൊ പലപ്പോഴും പറയുമല്ലോ, അവള് തേച്ചിട്ട് പോയി, അവൻ തേച്ചിട്ട് പോയി എന്ന് പറയുമല്ലോ. അത് തേപ്പല്ല, അതിനപ്പുറത്തേക്ക് പലപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ അതാകില്ല. കാരണം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ശരിക്കും ആ വ്യക്തി, ഈ നാർസിസ്റ്റിക് അല്ലാത്ത വ്യക്തിയുടെ ജീവിതം ദുരിതപൂർണ്ണം തന്നെയായിരിക്കും, ഒരു സംശയം ഉണ്ടാക്കരുത്. അതിൽ നിന്നൊരു മോചനം തന്നെയാണ് തീർച്ചയായിട്ടും വേണമല്ലോ. അവനവൻ്റെ ജീവിതം അവനവന് പ്രാധാന്യമുള്ളതല്ലേ? അപ്പോൾ വർഷങ്ങളോളം പിന്നെയുള്ള ഈ ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് ജീവിതകാലം മുഴുവൻ ആരും ഇപ്പം ചെയ്യുന്നുമില്ല. പിന്നെ ഡോക്ടർ, നമ്മൾ കൗൺസിലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ കല്യാണത്തിന് മുൻപ് ഒരു കൗൺസിലിങ്ങിന് വരികയാണ്. അപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ് ഈ ഒരു വ്യക്തിയെങ്കിൽ അയാളുടെ ആ ഒരു എക്സാക്ട് ബിഹേവിയർ അവിടെ തുറന്ന് കാണിക്കുമോ? പലപ്പോഴും അവർ ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കുള്ളൂ, അവരെ പിടികിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അവർ കൊടുക്കാത്ത രീതിയിൽ ആയിരിക്കുള്ളൂ തീർച്ചയായിട്ടും അവർ പെരുമാറുന്നത്.
നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇവർക്കിടയിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വെച്ച് പിൻവാങ്ങുന്ന സമയത്ത് അവർ വിക്ടിം കളിക്കും. നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇതായി പോവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിക്ടിമാവും. അപ്പോൾ അയ്യോ, അങ്ങനെ ഒരാളെ ഇട്ടിട്ട് പോകാനായിട്ട് ഈ പെൺകുട്ടിയുടെ മനസ്സനുവദിക്കില്ല. അവളെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തുടർന്ന് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് ഒരു ഫാമിലി ലൈഫിലേക്ക് അവർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തും. അവിടെ അവൾ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഈ ഒരു കൗൺസിലിങ്ങിന് ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഈ പറയുന്ന പോലെ ഇതെല്ലാം തുറന്ന് കാണിക്കണമെന്നില്ല, നന്നായിട്ട് ആക്ട് ചെയ്യാൻ ഈ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക് പറ്റും. അപ്പോൾ ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ വളരെ അപൂർവമായിട്ടായിരിക്കും കൗൺസിലിങ്ങിന് തയ്യാറായിട്ട് വരുന്നത്. അതിലും തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. തുടക്കത്തിൽ തന്നെ അവരത് തട്ടിക്കളയും. അവർക്കും അറിയാൻ പറ്റും ഈ പെൺകുട്ടിക്കും ഓരോ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള ഈ വ്യക്തി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് അവയർനെസ് കിട്ടുന്ന രീതിയിൽ പറയുമല്ലോ. പറഞ്ഞ് നമ്മൾ അവിടെയും കൗൺസിലിങ്ങിലും ചെയ്യുന്നത് സൈക്കോ എഡ്യൂക്കേഷനാണ്. ആ ഒരു വ്യക്തി ഇപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്രയും നാളത്തെ ബിഹേവിയറിൽ നിന്നും ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാനുള്ള ഒരു അവയർനെസ് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ ആ അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ ഒരു അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ രണ്ടുപേർക്കും അവയർനെസ് ഉണ്ടാകട്ടെ, രണ്ടുപേരും തിരിച്ചറിയട്ടെ പരസ്പരം. അവിടെ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ബ്രേക്ക്. അതെ, അതല്ലേ എപ്പോഴും നല്ലത്. വലിയൊരു സംഭവം പോലെ കല്യാണം നടത്തി ആളുകളെ വിളിച്ചു കൂട്ടി അത് മാത്രമല്ല നമ്മുടെ മനസ്സതിനകത്ത് ഇൻവോൾവ് ആകുകയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒരു പരിധിവരെ ഈ പറയുന്ന നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കണ്ടെത്താനായിട്ട് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ സഹായിക്കുന്നുണ്ട് ഉറപ്പായിട്ടും.